ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് വെച്ചിട്ട് നല്ലൊരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു പുഡിങ്ങാണ്. ഇപ്പോൾ ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പുഡിങ് ഉണ്ടാക്കാൻ തുടങ്ങുന്ന മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ബൗളിലോട്ട് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് കൊക്കോ പൗഡറും കോൺഫ്ലവറും മിക്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ എടുക്കുക, 1/2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ എടുക്കുക, ഇത് മിക്സ് ആക്കുക. എന്നിട്ട് ഇതിലോട്ട് 1/2 കപ്പ് പാൽ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കണം. കട്ടകളൊക്കെ പൊക്കിയിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ കുറേശ്ശെ പാൽ ഒഴിച്ചിട്ട് മിക്സ് ആക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ 1/2 കപ്പ് പാൽ ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്കവിടെ മാറ്റി വെക്കാം. ഇപ്പോൾ പുഡിങ് ഉണ്ടാക്കുന്ന മുന്നേ നമുക്ക് ഒരു മിൽക്കിൻ്റെ മിക്സ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സോസ് പാനിലോട്ട് 300 ml പാൽ ചേർത്ത് കൊടുക്കുക. ഈ പാലൊന്ന് ചൂടായി വരുന്ന സമയത്ത് മധുരത്തിന് ആവശ്യമില്ല കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കുക. അപ്പോൾ നിങ്ങളെ മധുരത്തിൻ്റെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുത്താൽ മതി. 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കോഫീൻ്റെ മിക്സ് ഇല്ലേ, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കോഫീൻ്റെ മിക്സൊക്കെ ചേർത്തിട്ട് ഒന്നുകൂടി നിങ്ങൾക്ക് മധുരം ഉണ്ടോ കുറവാണെങ്കിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ടായിന്. അപ്പോൾ ഞാൻ ഒരു 2 ടേബിൾ സ്പൂണും കൂടി ചേർത്തിട്ടുണ്ട് മിൽക്ക് മെയ്ഡ്. അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് കോൺഫ്ലവറിൻ്റെയും കൊക്കോ പൗഡറിൻ്റെ മിക്സ് ഇല്ലേ, അതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒഴിക്കുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ഇളക്കി ഒന്ന് കുറുക്കിയിട്ടെടുക്കണം. അപ്പോൾ അധികം തിക്കാക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ബ്രെഡിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാനുള്ളതാണ്. ജസ്റ്റ് ഒന്ന് കുറുക്കിയിട്ടെടുത്താൽ മതി. അപ്പോൾ കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ മിൽക്കിൻ്റെ മിക്സ് കറക്റ്റ് ഭാഗമായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അധികം തിക്കായാൽ നമ്മൾ ബ്രെഡിൻ്റെ മുകളിൽ നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒന്നിങ്ങനെ കുറച്ചൊന്ന് ഒരു 5 മിനിറ്റ് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ പാടൊന്നും കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിങ്ങനെ പുഡിംഗ് ഒന്ന് സെറ്റാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം പുഡിങ്ങിന് ആവശ്യമുള്ള ബ്രെഡ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാ ബ്രെഡും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങളുടെ ട്രേക്ക് അനുസരിച്ചുള്ള ബ്രെഡ് എത്ര വേണോ അതിനനുസരിച്ച് എടുക്കാൻ മതി കേട്ടോ. ചൂടാറിയ ശേഷം നമ്മളെ സോസ് ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവേണ്ടത്. ആദ്യം നമുക്ക് അടിയിലൊന്ന് കുറച്ച് സോസ് ഒന്ന് ഒഴിച്ച് കൊടുക്കുക, മിൽക്കിൻ്റെ മിക്സ്. എന്നിട്ട് ഒരു ലെയർ ബ്രെഡ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ 3 ലെയറിൽ ബ്രെഡ് വെക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഈ മിൽക്കിൻ്റെ മിക്സ് ഈ ബ്രെഡിൽ നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ബ്രെഡ് നല്ല സോക്കായിട്ട് കിട്ടണം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കാഷ്യൂ, കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചതാണ്, ഞാൻ ഇവിടെ മേരി ബിസ്ക്കറ്റാണ് എടുത്തത്, ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ലെയറും കൂടി ബ്രെഡ് വെച്ച് കൊടുക്കുക. ഒരു ലെയർ ബ്രെഡ് ഇങ്ങനെ വെച്ചതിന് ശേഷം അടുത്ത ബ്രെഡ് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബ്രെഡ് വെച്ചതിന് ശേഷം മിൽക്കിൻ്റെ മിക്സ് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലോണം സോക്കായിട്ട് കിട്ടണം. ഒഴിച്ചതിന് ശേഷം നമുക്കിതിലോട്ട് കാഷ്യൂ ബിസ്ക്കറ്റ് പൊടിച്ചതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് ലെയർ ബ്രെഡും കൂടി വെച്ചതിന് ശേഷം നമുക്കൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കംപ്ലീറ്റ് മിൽക്കിൻ്റെ മിക്സ് ഇതിലോട്ട് ചേർത്തിട്ട് നല്ലോണം ഒന്ന് സോക്കാക്കിയിട്ട് എടുക്കുക. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചിട്ടെടുക്കണം. ഈ ബ്രെഡ് തണുത്തൊന്ന് സെറ്റാണ് സമയത്ത് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രീം ഒന്ന് വിപ്പ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഒരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. അത് ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഒന്ന് ബീറ്റായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് ന്യൂട്ടെല്ല ചേർത്ത് കൊടുക്കണം. അപ്പോൾ കംപ്ലീറ്റ് വിപ്പാവണ മുന്നേ തന്നെ നമുക്ക് ന്യൂട്ടെല്ല ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം.
അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ന്യൂട്ടെല്ല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മെൽറ്റഡ് ചോക്ലേറ്റും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇതിലോട്ട് ചേർത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നല്ലോണം സ്പീഡ് കൂട്ടിയിട്ട് സ്റ്റിഫ് പീക്സ് ആവണ വരെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കണം. ഇപ്പോൾ നമ്മൾ ക്രീം നല്ലോണം സ്റ്റിഫായിട്ട് വിപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബ്രെഡിൻ്റെ മുകളിലോട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബ്രെഡ് ഒരു 10-15 മിനിറ്റ് നല്ലോണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ബ്രെഡിലോട്ട് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലായിടത്തും ഒരേമാതിരി ആവുന്ന രീതിയിൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ക്രീം ഇതിലോട്ട് ചേർത്തിട്ട് നല്ലോണം ഒന്ന് ലെവൽ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് കഴിക്കുമ്പോൾ ടേസ്റ്റ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഇതിലോട്ട് മിൽക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വൈറ്റ് ചോക്ലേറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്രത്തോളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് നട്ട്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. Now we will add white chocolate chips. And we are doing this to make it more flavorful. അപ്പോൾ സേറും കുറച്ച് പുഡിങ്ങൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ നല്ലോണം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ലൊരു ഫ്ലേവറുള്ളൊരു പുഡിങ്ങാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.